നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. പ്രതിപക്ഷത്തിന്റെ ഒരു നിർദ്ദേശം പോലും സ്വീകരിക്കാതെ വഖഫ് ഭേദഗതി ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതി അംഗീകാരം നൽകിയതോടെ വഖഫ് ബോർഡിന്റെ മുസ്ലിം കേന്ദ്രീകൃത സ്വഭാവം നഷ്ടപ്പെടാൻ സാധ്യതയേറെ. മുസ്ലിങ്ങളല്ലാത്ത 2 പേരും വനിതാ അംഗങ്ങളും ഭരണസമിതിയിൽ വേണമെന്നടക്കം ഭരണപക്ഷം മുന്നോട്ടുവെച്ച 14 ഭേദഗതികൾ ഇന്നലെ ചേർന്ന JPC യോഗത്തിൽ അംഗീകരിച്ചു. ഈ ഭേദഗതികളുടെ അന്തിമ റിപ്പോർട്ട് ജനുവരി 31 സമർപ്പിക്കാനാണ് JPC അധ്യക്ഷനും BJP MPയുമായ ജഗന്തിക പാലിന്റെ ശ്രമം. റിപ്പോർട്ട് അന്തിമമായി അംഗീകരിക്കാൻ നാളെ JPC വീണ്ടും ചേരും. ഓരോ ഭേദഗതി നിർദ്ദേശവും വിശദമായി ചർച്ച ചെയ്തതായി ജഗന്തിക പാൽ വ്യക്തമാക്കി. ഭരണപക്ഷത്തിന്റെ ഭേദഗതികൾക്ക് അനുകൂലമായി 16 വോട്ടുകൾ ലഭിച്ചു. എതിർത്ത് 10 വോട്ടും. JPCയിലെ ഭരണപക്ഷ അംഗങ്ങളുടെ എണ്ണം കൂടുതലാണ്. 44 ഭേദഗതികൾ കേന്ദ്ര സർക്കാർ 2024 ആഗസ്റ്റിൽ കൊണ്ടുവന്ന ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരുന്നു. അവയിൽ 14 എണ്ണത്തിലാണ് JPCയിൽ മാറ്റങ്ങളുണ്ടായത്. BJP അടക്കം NDAയിലെ MPമാർ 23 നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വച്ചത്. പ്രതിപക്ഷത്തിന്റെ 44 നിർദ്ദേശങ്ങളും വോട്ടിനിട്ട് തള്ളി. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫെബ്രുവരി 5 നടക്കാനിരിക്കെ ജനുവരി 31 ആരംഭിക്കുന്ന ബഡ്ജറ്റ് സമ്മേളനത്തിനിടെ ബിൽ അവതരിപ്പിച്ച് പാസാക്കാനാണ് ശ്രമം. നിർണായക മാറ്റങ്ങൾ ഇങ്ങനെയാണ്. സംസ്ഥാന വഖഫ് ബോർഡുകളിൽ മുസ്ലിം അല്ലാത്ത അംഗത്തെ CAമാരായി നിയമിക്കാൻ കഴിയും. ബോർഡംഗങ്ങളിൽ കുറഞ്ഞത് 2 പേരെങ്കിലും അമുസ്ലിം അംഗമായിരിക്കണം. മുസ്ലിം വനിതകളെയും അംഗമാക്കാം. കേന്ദ്രമന്ത്രി, മുൻ പാർലമെന്റ് അംഗങ്ങൾ, 2 മുൻ ജഡ്ജിമാർ, ദേശീയപ്രസ്ഥരായ 4 വ്യക്തികൾ, മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരെ സെൻട്രൽ വഖഫ് കൗൺസിലിൽ ഉൾപ്പെടുത്തേണ്ടി വരും. ഇവർ മുസ്ലിം ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഭൂമി സർക്കാരിൻ്റേതാണോ വഖഫ് ബോർഡിൻ്റേതാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥനായിരിക്കും. നിലവിൽ വഖഫ് ട്രൈബ്യൂണലിലാണ് അധികാരം. ട്രൈബ്യൂണലിൻ്റെ മുസ്ലിം നിയമങ്ങൾ അറിയുന്ന ഒരു അംഗം നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രതിപക്ഷത്തിന്റെ നിരസിച്ച നിർദ്ദേശങ്ങൾ ഇവയാണ്. ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം വേണം. സ്വത്ത് തർക്കം പരിഗണിക്കാനുള്ള അധികാരം വഖഫ് ട്രൈബ്യൂണൽ നിലനിർത്തണം. ബോർഡ് മെമ്പർമാരുടെ നിയമനം സുതാര്യമായിരിക്കണം. വഖഫ് ബോർഡുകളുടെ സ്വയംഭരണാവകാശം ശക്തിപ്പെടുത്തണം. ബില്ലിന്റെ ഉദ്ദേശം വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യത, അനധികൃതമായി കൈവശം വയ്ക്കൽ തടഞ്ഞ് പുനഃക്രമീകരിക്കുക. വഖഫ് ബോർഡുകളുടെയും സെൻട്രൽ വഖഫ് കൗൺസിലിന്റെയും പ്രവർത്തനത്തിൽ സുതാര്യത. സമുദായത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളായ പസ്മന്ത മുസ്ലിങ്ങൾക്കും പ്രയോജനമുണ്ടാക്കണം. JPCയിലെ MPമാർ 31, NDA 16, പ്രതിപക്ഷ 13, YSR കോൺഗ്രസ് 1, നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ 1.